യമനിൽ നിന്നും ഹൂത്തി തീവ്രവാദികളുടെ മിസൈൽ ആക്രമണത്തിന് മറുപടിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവർക്ക് 7 മടങ്ങായി മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഹൂതികൾക്കെതിരെ ഇസ്രായേൽ ശക്തമായ രീതിയിലുള്ള സൈനിക നടപടികൾക്കായി ഒരുങ്ങുകയാണ് എന്നാണ് സൂചന. ഇസ്രായേലിന്റെ പ്രധാന വിമാനത്താവളമായ ടെല്ലവീവിലെ ബെൻഗുറിയോൻ എയർപോർട്ടിന് സമീപമാണ് യമനിൽ നിന്നും ഹൂത്തികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ വന്നു പതിച്ചത്. 3 ഇസ്രായേൽ പൗരർക്ക് നിസ്സാര പരിക്കാണേറ്റതെങ്കിലും വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി അയച്ച ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ കനത്ത മറുപടി നൽകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗത്തിൽ പരിമിതമായ എണ്ണം മന്ത്രിമാരും മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ബൈഡൻ ഭരണകാലത്ത് 2024 ജൂലൈ മുതൽ 5 തവണ യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയുടെ ഭാഗമായി ഹൂത്തികൾക്കെതിരെയുള്ള സൈനിക നടപടികൾ ഇസ്രായേൽ നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രാധാന്യമുള്ള ബെൻഗുറിയോൺ വിമാനത്താവളം ലക്ഷ്യമാക്കിയുള്ള ഹൂത്തി ഭീകരരുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം ഇന്ന് നടക്കുന്ന സുരക്ഷാ ക്യാബിനറ്റിൽ പുനഃപരിശോധിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിന് ശേഷം നൽകിയ പ്രതികരണത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു. ഇസ്രായേലിനെ ആക്രമിക്കുന്നവർക്കെതിരെ തിരിച്ച് 7 ഇരട്ടിയായി തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.